ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 39. അപ്പോൾ അതിന്റെ എപ്പിസോഡിന്റെ റിവ്യൂ തുടങ്ങണ തന്നെ തലേ ദിവസം രാത്രി കേട്ടോ. അപ്പോൾ രാത്രി നമ്മുടെ ജാസ്മിൻ ഞാൻ പണിയെടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സത്യാഗ്രഹം ഇരിക്കുകയാണ്. ജാസ്മിന് ഗബ്രിയുമായി കുറച്ച് ഗൂഢാലോചനകൾ സംസാരിക്കാനുണ്ട്. അവർക്ക് ഒരു റൂം ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അലയാലോചിച്ച് ആ റൂമിനുള്ളിൽ തന്നെ ഒന്നാ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണോ. ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ലാലേട്ടനും മറ്റേ ബോംബെയിലെ ഡോക്ടറെ കൂടെ വന്ന് സെറ്റാക്കി കൊടുത്തതിന് ഇപ്പൊ രണ്ടും കൂടി പഴയനേക്കാളും കഷ്ടമുണ്ട്. 24 മണിക്കൂർ ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണക്കൊക്കെ വേണ്ട. അപ്പൊ അങ്ങനെ പണിയെടുക്കാൻ വേണ്ടി വിളിച്ചു, വന്നില്ല. ഞങ്ങൾ മറ്റേ ജിൻഡോന്റെ മറ്റേ തീരുമാനം ആവണ വരെ അത് തീരുമാനാക്കി തരണം. അത് എന്നാലും ഇനി പണിയെടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റേ ജിൻഡോ വന്നത്, നീ പണിയെടുക്കണ്ടടി ഞാൻ എടുത്തോണ്ട് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് ഒരു പോക്ക് കേട്ടോ. ജാസ്മിൻ അത് അഭിമാന പ്രശ്നമായി എടുത്തിട്ടുണ്ട്. ഗബ്രി ഏതൊക്കെ ദൈവങ്ങളോട് നേർച്ച ചേർന്നിട്ടാണ് അവൾക്ക് അങ്ങനെ തീരുമാനം എടുക്കുന്നത്. അപ്പൊ സിബിയും പറയുന്നുണ്ട്, നീ പണിയെടുക്കില്ല എന്നാ വേണ്ട, നീ ഇവിടെ തിന്നും കുടിച്ചും ഞങ്ങളുടെ ഔദാര്യത്തിൽ പണിയെടുക്കണ്ട, അവിടെ സുഖിച്ച് ഫുഡ് കഴിച്ചിട്ട് പോയിക്കോ. അത് പക്ഷെ അത് ജാസ്മിൻ കൊണ്ടു ആ കൊണ്ടതിന് പിന്നെ എന്തുവാ ഇത് കാണിക്കുന്നേ, എന്തുവാ എന്നെ ചെയ്യുന്നേ, എനിക്കൊരു പട്ടീന്റെ വില പോലും തരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഫുള്ള് പിന്നെ ഡയലോഗ് ഉണ്ടായത് കേട്ടോ. എന്നിട്ട് ആരും എനിക്ക് വേണ്ടി സംസാരിച്ചില്ലാന്നു. അത് നമ്മളെ ആശങ്ക കേട്ടു. ഗബ്രി എവിടുന്നോ ബാത്റൂമിൽ എവിടുന്നോ ഇരുന്ന് കേട്ട് നീച്ച് വാങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് സിബിനും ഗബ്രിയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ അനാവശ്യമായിട്ട് ജാസ്മിനും ആയണ്ട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഗബ്രിന്റെ സ്നേഹം കാണിക്കാനുള്ള അവസരങ്ങളായതുകൊണ്ട് ഗബ്രി ചാടി വീണു, ഒച്ചം വിളി ഉണ്ടാക്കുന്നു. ഗബ്രിന്റെ പിന്നെ വെറുപ്പിക്കല് വല്ലാത്തൊരു ശബ്ദമല്ലേ, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ചില ആളുകളെ വർത്താനങ്ങൾ കേൾക്കും. പണ്ട് സിജോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ വർത്താനങ്ങൾ കേൾക്കാൻ നമുക്കൊരു രസം പോയിന്റായിട്ട് എടുത്ത് കാര്യങ്ങൾ പറയുമ്പോ വ്യക്തത വരുന്നു. ഇതിങ്ങനെ കേറണ്ട് എന്തൊക്കെയോ ഇരുന്ന് കരയണ മാതിരി ശബ്ദം ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര നമുക്കൊരു ഇങ്ങനെ നിർത്താതെ ഒരു റേഡിയോ പറയുന്ന പോലെയാണ് പറയാ. കേൾക്കാൻ ഒരു സുഖമില്ലാത്ത സംസാരം. ഇത് പറയുന്ന പോലെ തന്നെ ജാസ്മിന് വേണ്ടി ഗബ്രി ഒന്ന് സംസാരിച്ചു. ഇത് അറിയാത്ത നിങ്ങൾ 12 പേര്, ഞങ്ങൾ 10 പേര്, ഞങ്ങൾ 2 പേര് അറ്റാക്ക് ചെയ്യാണ് ആ ഒരു സംഭവം. അപ്പൊ കോർണറിംഗ് ആയല്ലോ. എല്ലാവരും നടുക്ക് പോയി അങ്ങോട്ട് ചാടി കൊടുത്തുള്ള വള്ളിയൊക്കെ പിടിക്കുക. എന്നിട്ട് നോറ വള്ളി പിടിക്കുന്നതിനെ പറ്റി ഇത് അതിന്റെ അപ്പുറമാണ് 2 കൂടി കയറി വള്ളി പിടിക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തലേസത്തിന്റെ ബാക്കി തന്നെ രാവിലെയും തുടങ്ങും. പിന്നെ മറ്റേ ഫുഡ് കഴിക്കാത്തത് ജാൻമണി ചോദിക്കണ്ടായിരുന്നു, ഫുഡ് ബാക്കി വെച്ചത്. അത് സംഗതി. എന്നിട്ട് ജാസ്മിൻ ഉരുണ്ട് കളിച്ചാണ് ഏറ്റവും രസം. എന്താ ഞാൻ ആരോടെങ്കിലും പറഞ്ഞ ഫുഡ് എടുത്തേക്കാൻ, അത് അവരെടുത്തതാണ്, മാനസിക പരിഗണന വെച്ചിട്ട് അവരെടുത്തതാണെന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ മറ്റേ എന്താ പറയാ അപ്സനെ ഒന്ന് നൈസാക്കി സോപ്പിടും ചെയ്തു. കാരണം എന്താ പറയാ അപ്സര ചേച്ചി ചിലപ്പോ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാറ്റി അവളോട് അപ്സരയ്ക്ക് പറയാനുള്ള മൂഡ്. അതുവരെ ഓള് എന്തോ ചാടിക്കിടന്ന് എന്തോ പറയാൻ വന്നതാണ്. ഈ ഒരു ഇഷ്ടത്തിന് കഥ കേട്ടോട് 30 ബാക്കേക്കായി. പിന്നെ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കി എന്നുള്ളത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിൽ അവര് ജാൻമണി പറഞ്ഞാൽ വളരെ കറക്റ്റ് പോയിന്റ്സ് ആണ്. നമ്മൾ ഉപ്പൊന്നും ഇല്ലാതെ 2 ദിവസം ഫുഡ് കഴിച്ചത്. അപ്പൊ നമുക്ക് അതിന്റെ വില അറിയാം. എന്നിട്ട് നിങ്ങളത് ബാക്കി വെച്ച് തന്നപ്പോ എന്നിട്ട് ഈ ജാസ്മിൻ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അമ്മ കിടന്ന് ഉരുണ്ട് മറിയാണ്. ശരിക്കും പണിഷ്മെന്റും കൊടുത്തില്ലല്ലേ? അതിന് ശരിക്കും നല്ല പണിഷ്മെന്റ് കൊടുക്കണം. അതിന് കുറെ ന്യായീകരണ മെഴുകലുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും പവർ ടീമിന് ശരിക്കും അത് കൊടുക്കുന്നു. എന്നിട്ട് എന്തൊരു ഞാൻ പറയുന്നത് ശരിക്കും അതിനപ്പുറത്തൊന്നും എന്തായതെന്ന് അറിയാതെ പൊട്ടന്മാരെ പോലെ ഇരുന്നുണ്ട് ഗബ്രി ഉണ്ടെന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നൊന്നുമില്ല. ഗബ്രി ന്യായീകരിച്ചവരോട് പിന്നെ ഹോം നേഴ്സ് കൂടി. അതെ. പിന്നെ പിന്നെ ഇപ്പൊ ഭയങ്കര ലൈസൻസോടുകൂടിയുള്ള കെട്ടിപ്പിടുത്തങ്ങളാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കെട്ടിപ്പിടിക്കുക, ഒരു 5 മിനിറ്റ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അതായത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇതാണ്. അതായത് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും, അവസാനം വരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുറം ലോകത്തുള്ള ജനങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അംഗീകരിച്ചു തന്നു. കെട്ടിപ്പിടുത്തം ഞങ്ങളൊക്കെ ലൈസൻസ് കിട്ടിയിട്ടുള്ള രീതിയിലാണ്. ഇപ്പൊ കെട്ടിപ്പിടുത്തം കുറച്ച് സ്ട്രോങ് ആയി. എല്ലാവരും കാണണ്ടതൊക്കെ. പിന്നെന്താ നോറ പിന്നെ ഇതിൽ മറ്റേ കാണിച്ചില്ല കേട്ടോ, ജിൻഡോയും ജാസ്മിനായിട്ടുള്ള ആ ഒരു കോർട്ട് റൂം സംഗതി അത് എപ്പിസോഡിൽ കാണിച്ചില്ല. അതിന്റെ ഇടയ്ക്കാണ് നോറ ഉറങ്ങിയ സീൻ കാണിക്കുന്നത്. അതൊക്കെ എന്റെ നോറയ്ക്ക് പണിഷ്മെന്റ് കിലുക്കത്തിലെ സംഭവം ഉച്ചയ്ക്ക് പറഞ്ഞത്. നോറേന്റെ കേസുകൾ എടുക്കാത്തതുകൊണ്ട് തെറ്റി വന്ന് കടന്ന ആവേശത്തിൽ നോറ ഉറങ്ങി. അത് പട്ടി വരച്ചു. അങ്ങനെ പണിഷ്മെന്റ് കിട്ടി. അതിൽ കുറെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടത്തി. കുറച്ച് ആൾക്കാരുണ്ട് ഇത് എല്ലാത്തിനും ഇങ്ങനെ എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നത്. നോറ എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പണി. പക്ഷെ അതിൽ കറക്റ്റ് ഒരു കാര്യം പറഞ്ഞെന്താ വെച്ചാൽ പണ്ട് സായി വന്ന സമയത്ത് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു, ജാൻമണിയെ നിങ്ങൾക്കൊക്കെ പേടിയാണോ അതുകൊണ്ടാണോ എന്നുള്ളത്. അതിനെതിരെയാണ് ജാസ്മിൻ വോട്ടൊക്കെ ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു റിയാലിറ്റി അത് തന്നെയാണെന്നുള്ളതാണ് നോറ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കി ഗബ്രിക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും പണി കൊടുക്കുന്നുണ്ട്. ഇതുവരെ എന്താ പറയാ ജാൻമണി കിടന്നുറങ്ങിയിട്ട് ആരും പണി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെ. പക്ഷെ ഇത് വേറെ കാര്യമുണ്ട്, ഇതിപ്പോ പുതിയ പവർ ടീമാണ്. പഴയ പവർ ടീം കാണിച്ച സ്വഭാവമാണല്ലോ മറ്റേ പറയണത്. ഇതുവരെ ഒരു പവർ ടീം കൊടുത്തില്ല. പക്ഷെ ആ വീട്ടിലെല്ലാവർക്കും ജാൻമണിനോട് എന്തോ പേടിയോ ബഹുമാനോ എന്തോ ഒരു സാധനം ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ നോറ ആ ഒരു വേഷങ്ങൾ പിന്നെ ആ ദേഷ്യം പിടിക്കുന്നതിനിടയിൽ നമ്മളെ പുതിയ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, പുതിയ ക്യാപ്റ്റൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ കള്ളം പറയില്ല, വളരെ ഡീസന്റ് ആണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാൻ തുടങ്ങിയത്. പക്ഷെ ജാസ്മിൻ അതിരുത്തിട്ടുണ്ട്, വീണ്ടും അയാളെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും കള്ളം പറഞ്ഞു എന്നിട്ട് ആ കള്ളം തിരിച്ചിട്ടു മറിച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഇയാളെ വീണ്ടും ഒരു കള്ളനാക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ കാര്യം വിട്ടെ, ഈ കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടോ ബിഗ് ബോസിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല അവിടെ പിടിച്ചിട്ടാണെങ്കിൽ ശരിയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ഭയങ്കര ഇതായി പറയുന്നുണ്ടെങ്കിലും ഒരു പരിധി കൂടുതൽ കള്ളം പറഞ്ഞാലൊക്കെ തന്നെ കുറച്ചൊക്കെ കള്ളൊക്കെ പറഞ്ഞാലേ പിടിച്ചിട്ടുള്ളൂ. നമുക്കറിയാലോ അവിടെയുള്ള സായും കൂടി കള്ളങ്ങളും തള്ളുകളൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പിടിച്ചു നിൽക്കലിനും അതിനൊക്കെ വേണ്ടിട്ട് നല്ല. അതെ, കാരണം ആ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സർവൈവലാണ്, അത് ഗെയിമാണ്. ഉള്ളിലുള്ള ആളല്ല പുറത്തുള്ള ആള്. കാരണം അവർക്ക് ഉള്ളിൽ ചില സാഹചര്യങ്ങൾ അത് പറയേണ്ടി വരും. അങ്ങനെ തന്നെയല്ലേ പല കാര്യങ്ങളും തള്ളി മറിച്ചാൽ തന്നെ നടക്കും. അതന്നെ അങ്ങനെയുള്ളൂ. അല്ലാതെ എന്താ പറയാ, പക്ഷെ തള്ളി മറിക്കാം. തള്ളി മറിച്ച് നമ്മളെ പൂക്കട്ടക്കാവിടെ കൂടുതൽ തള്ളി മറിച്ചാൽ ചിലപ്പോൾ അലർട്ട് നിന്ന് ബോധം കിടക്കുക വേണ്ടി. അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ നോണ അറിയില്ലാതെ? ഇല്ല, ഇവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ കള്ളം പറയുന്നത്. അല്ല, ഞാൻ നല്ല സത്യസന്ധതയാണ്. ഞാൻ അകത്ത് പോയാൽ മാത്രമേ ഞാൻ നോണ അറിയുള്ളൂ. നിങ്ങൾ നോണ അറിയില്ലേ? ഞാന് ഉറങ്ങുമ്പോ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയല്. ഇയാളെ ഏറ്റവും കൂടുതൽ നോണ അറിയാം. ഇയാളെ പുറത്തുനിന്ന് കണ്ട പോലൊന്നുമില്ല. ഗെയിം അപ്പൊ എന്നിട്ട് പുറത്തുനിന്ന് ഞാൻ ഗെയിമിന് വേണ്ടിയിട്ട് ഗെയിമിനനുസരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് പറയാം. സിറ്റുവേഷൻ അനുസരിച്ച് മറ്റേ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എത്തുമ്പോ ചിലപ്പോ സാഹചര്യം കൊണ്ട് നമുക്ക് കാരണം അത് പറയുന്നുണ്ട്. എന്താ പറയാ, ഗെയിമിന് വേണ്ടി നോണ പറയാം. സായി തന്നെ അതിൽ ഫസ്റ്റ് പറയുന്നുണ്ട്, ഗെയിമിന് വേണ്ടി നോണ പറയാ, അത് അവരുടെ ഗെയിമാണ്, അത്ര തന്നെ ഉള്ളു. ഗെയിമിന് വേണ്ടി നമുക്ക് എന്തും വേണം ചെയ്യാം. സർവൈവ് ചെയ്ത് പോവാ, സർവൈവ് ചെയ്യാം. അതൊക്കെ തെന്നി മാറി പോകും. അയ്യോ, നമ്മൾ നുണക്കഥകളിലേക്ക് പോയിരിക്കുന്നു. അപ്പൊ പിന്നെന്താ മറ്റേ ഈ വേഷങ്ങള് ഈ വേഷത്ത് മറ്റേ കിടന്നുറങ്ങിയ അവര് ശിക്ഷ കൊടുത്തത് കിലുക്കത്തില് രേവതി ആവാൻ വേണ്ടി, രേവതി ആടിപ്പാടി നടക്കാൻ വേണ്ടി പറഞ്ഞു. ആദ്യം നോറ ഞാൻ രേവതിനെ കണ്ടിട്ടില്ല, എന്താ പറയുക, എനിക്ക് ഞാൻ സിനിമ കാണില്ല. അത് ലാലേട്ടന്റെ സിനിമ പറഞ്ഞപ്പോ ആരാണ് ലാലേട്ടൻ ചോദിക്കുന്നത്? നമ്മളെ ആങ്കർ, അയാളെ ആങ്കർ അല്ലേ, ഏഷ്യാനെറ്റ് ആങ്കർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പവർ ടീമിന്റെ മറ്റേ അധികാരം ഉപയോഗിച്ചിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു സംഭവം. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതല്ലേ? പരീക്ഷിച്ച് നോക്കിയത്. മറ്റേ ആ സംഭവം കൂട്ടിയപ്പോ ബിഗ് ബോസ് പണി കൊടുക്കുകയും ചെയ്തു. പവർ റൂമും മറ്റതും മെയിൻ ഡോറും നടക്കാൻ പറഞ്ഞു. ബിഗ് ബോസ് നൈസായിട്ട് നടച്ചു തുറന്നും കൊടുത്തില്ല. പിന്നത്തെ ആക്ട് ഒക്കെ നല്ല രസമായിട്ട് കാണിക്കുന്നത്. ലൈവ് തന്നെ നമ്മൾ ലൈവ് അങ്ങനെ കണ്ടിരിക്കാൻ തോന്നില്ല. ഒരു എപ്പിസോഡ് കാണുന്ന അതേ ലൈവ് അത് കണ്ടിരുന്നു. എപ്പിസോഡ് കംപ്ലീറ്റ് കാണിക്കുകയും ചെയ്തു. എന്റെ ക്യാപ്റ്റൻ വന്ന് പറഞ്ഞപ്പോ ഇത് തുറന്ന റൂമിന് ഫുള്ള് എല്ലാരും പ്ലാൻ ചെയ്തിട്ട് ക്യാപ്റ്റനെ പൊക്കിയടിച്ചു. ഇന്ത്യൻ അത് മതി ശരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ നോറന്റെ സംഭവം, അയ്യോ അത് ഭയങ്കര സംഭവമായിരുന്നു. നോറ നിന്നുകൊണ്ട് സാധാരണമാതിരി ഇരുന്ന് അവരത് ഫുള്ള് കടന്നു വെച്ചുണ്ടാക്കുമ്പോ എന്നോടൊക്കെ എനിക്ക് ഇത്രയും മറുപടി ഉള്ളൂ സംഭവം. കിട്ടിയില്ലേന്ന് വെച്ചിട്ട് അതെല്ലാരും നോറക്കാണെങ്കിലും ചിരിയായിരുന്നു. എല്ലായിടത്തും പോയി പറയുന്നുണ്ട്, എല്ലാവിടെയും പോയി പറഞ്ഞ് അതിന് മറ്റേ ജാസ്മിൻ രാജകുമാരിന്റെ അടുത്ത് എന്ന് പറഞ്ഞോട് ജാസ്മിൻ മെല്ലെ തിരിപ്പിച്ചു വിട്ടു അതിനെ. പിന്നെ അപ്പൊ അത് ആ സംഭവം തന്നെ ഉണ്ട്. അത് മറ്റേ സിബി പറയുന്നുണ്ട്, ഇത് എല്ലായ്പ്പോഴും ഉള്ള സംഭവം തന്നെയാണ്. അതിപ്പോ അപ്പൊ ഇതിട്ട് കിട്ടിയോ ചോദിച്ചു. അതാണ് മറ്റേ സിബി പേരും ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാരും എൻജോയ് ചെയ്തു അല്ലേ? എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ അതിന്റെ ഇടയിൽ പക്ഷെ അൻസബ് അടിപൊളിയായി ചെയ്തത്. അല്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇപ്പൊ ശരിക്കെങ്കിലും നാളെ ഒരു കേസ് വരുമ്പോ എന്താന്ന് അറിയാം, ജാസ്മിനോ ഇവളോട് അപമര്യാദയായി പെരുമാറിയതുകൊണ്ട് അതിൽ ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞ ആ ജിൻഡോ ആകെ ഞെട്ടു. അപ്പൊ പക്ഷെ അൻസിബ വളരെ ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തു. പോയി സോറി പറഞ്ഞ പ്രശ്നം. ഇനിയിപ്പോ ആരെന്തെടുത്താലും പറയാം എനിക്ക് തെറ്റായി തോന്നിയെന്ന് ഞാൻ സോറി ചോദിച്ചു പറഞ്ഞ പിന്നെ സോറി ചോദിച്ച വിഷയം മാറ്റി കണ്ടിട്ട് ലാലേട്ടൻ തന്നെ അത് തള്ളിക്കളയും. പക്ഷെ ജാസ്മിന്റെ ഒക്കെ ഈ പണിയെടുക്കാത്തിരിക്കുന്നതും ഇവരെ ഈ ഒരു എന്താ പറയാ ഇവരെ ഈ മധുവിധുവിന് വന്ന മാതിരത്തുള്ള ഈ നടത്തണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഈ പുറപ്പും പൊതിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, വെറുതെ ഒരു പണിയെടുക്കാതെ അവിടെ ബാക്കിയല്ല. ഇവര് പറയണത് ശരി തന്നെയല്ലേ, ഇത്രയും തോന്നുന്ന ആൾക്കാർ കിടന്ന് നഷ്ടപ്പെടുമ്പോ 24 മണിക്കൂറും കിടക്കാണ്. അപ്പൊ അതന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഗെയിം പവർ ടീമിന്
അപ്പൊ പവർ ടീം ആവാനുള്ള ഗെയിം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഗെയിം തന്നെ തോന്നുന്നുണ്ടല്ലോ. അതിങ്ങനെ കയ്യിലും പിന്നെ മാത്രല്ല അപ്പുറത്ത് ആൾക്കാർ വീണ് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റൂല. എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ സായി ഗെയിമിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നത് വേറെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ആയതുകൊണ്ട് തന്നെ സായിക്ക് അത് ഒന്നും കൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്തായാലും സായി പോയിന്റ് നേടിയെടുത്തു. അത് നമുക്ക് അങ്ങനെ തന്നെ പറയാം. സായി തന്നെ പോയിന്റ് നേടിയെടുത്തു എന്ന് പറയാം. അതുകൊണ്ട് അവരുടെ ടീമും കൂടെ ഗെയിമിലേക്ക് കയറി. മറ്റേത് 0 ആയി ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് 2 പോയിന്റ് കിട്ടിയോടുകൂടി ഏകദേശം അവർക്കും ഒരു പവർ ടീമിക്ക് മത്സരിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടാവും. ഈ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ ചത്താലും ജയിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ടീം സംസാരിക്കുന്നുണ്ട്. പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഉള്ളത് ശരിക്കും. മറ്റേ രണ്ടാളും അഭിഷേകുമാരും ഒക്കെ കുറച്ച് അടിപൊളി ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് ചിലപ്പോ നടന്നു വരും. എന്താണെങ്കിലും ആ ഗെയിം അങ്ങനെ കഴിഞ്ഞ് അവർക്ക് പോയിന്റ് കിട്ടി. പിന്നെ ഇന്ന് ഞാൻ വേറെ നോട്ട് ചെയ്ത സംഭവം ഉണ്ട്. സിബിൻ അബിനോട് പറയണ്ട, അഭിഷേകിനോട് കേട്ടോ. അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു, നീ എന്താ ജാസ്മിനി ഗബ്രിയും സപ്പോർട്ട് ചെയ്യരുത്, നിനക്ക് ലൈഫ് ഉണ്ട് പുറത്ത് നിന്നിട്ട്. നമ്മളെ മറ്റേ അഭിഷേകിലെ ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീകുമാറോ അഭിഷേകിനോടല്ലേ അവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നിനക്ക് പുറത്ത് ലൈഫ് ഉണ്ട് എന്ന് പറയണത്. പക്ഷെ അത് നമുക്ക് ഒരു എന്താ വെച്ചാൽ സിബിൻ മനഃപൂർവ്വം ഒരു അറ്റാക്കിംഗ് മോഡിലാണ് അവർക്കെതിരെ. അത് നാട്ടുകാരെ സപ്പോർട്ട് ഇട്ടാൻ വേണ്ടി തന്നെയാവും. ഇയാൾക്ക് കറക്റ്റ് അറിയാം നാട്ടുകാർ ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. കാരണം അവരെ പ്രവർത്തനങ്ങള് ഒരാൾക്കും ദഹിക്കാൻ പറ്റുന്നല്ലോ. ഉള്ള കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കും ചെയ്യുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തോന്നണതിന് കാട്ടുന്നതിന്റെ പേരായിട്ട് ഫ്രണ്ട്ഷിപ്പ് നേടുകയും ചെയ്യുന്നു. അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ പറയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അത് പറഞ്ഞത് തീരേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. ലവ് ആണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായില്ല. അതെ അവർക്ക് ചോദിക്കുമ്പോ അതാണ്ട് ഓപ്പൺ ആയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ഒരാളോട് ലവ് തോന്നണമെന്ന് അത്ര വലിയ മാറ്റർ ഒന്നല്ല. അത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. അല്ലാതെ ഇങ്ങനെ കോപ്രായം കാട്ടുന്നുണ്ട് ഒരു കാര്യമില്ലല്ലോ. സ്നേഹമാണോ ആണ് എന്നുള്ള പേര് പറയാ, എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് കളി കളിക്കുക. ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയാ, സ്നേഹത്തിന്റെ കളി കളിക്കുക. എന്നിട്ട് പിന്നെ അവസാനം എല്ലാവരും കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എന്തടാ പോടാ എന്തടാ ഇനി ഞാൻ കട്ടിക്കിട്ടാ എന്തടാ എന്നൊക്കെ ഇരിക്കുക. എന്തുവാ മറ്റേ എന്തുവാ ചോദിക്കണില്ലല്ലോ, എന്തുവാന്ന് എന്തുവാ ഇത്. പിന്നെ അതേപോലെ ഞാൻ വേറെ നോട്ട് ചെയ്ത സംഭവം എന്താ വെച്ചാല്, പവർ ടീം മറ്റേ നോറയ്ക്ക് ശിക്ഷ കൊടുത്തു. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ലതാണ് ഡാൻസ് കളിക്കുന്ന പാട്ട് പാടിനൊക്കെ? ഡാൻസ് കളിക്കും പാട്ട് പാടുന്നത് ഈ നോറയെ സംബന്ധിച്ചിടത്തോളം നോറയ്ക്ക് ഭയങ്കര വലിയൊരു അവസരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെന്നെ അറിയാതെ ഇട്ടുകൊടുത്ത സംഗതിയാണ് ഇപ്പോൾ നോറയ്ക്ക് അത് ജഗ പുകയാക്കി കൈ കൊടുക്കുന്നത്. പക്ഷെ കുറെ പേര് പറയുന്നുണ്ട് പവർ ടീം എന്തിനാ നോറനെ അങ്ങനെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അതെ, മാത്രല്ല അവള് കടന്നുറങ്ങിയതിനുള്ളതാണ് കിട്ടിയത് എന്നുള്ളത് ഒന്ന്. പിന്നെ പോരാത്തിന് ബുദ്ധിപൂർവ്വം ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നോറയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം. സ്ക്രീൻ സ്പേസിനാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ളതാണെന്നുണ്ടെങ്കിലും നോറ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയാ ഫ്രീസ് എന്ന് പറഞ്ഞിട്ട് ശരണ്യന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടല്ലേ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പവർ ടീമിന് തന്നെ പണി കിട്ടുന്നുണ്ട്. ഫ്രീസ് അയക്കുകയും ചെയ്തു. പിന്നെ പരിപാടി എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തു. നോറ കഥച്ചു കുഴങ്ങി എന്നൊക്കെ പറഞ്ഞ അതിന് നല്ല സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ പണി കിട്ടുന്ന അറിയാം. പക്ഷെ അതൊക്കെ രസമല്ലേ ശരിക്കും? നോറ പോലും സത്യം പറഞ്ഞാൽ നോറ ആ സമയത്ത് കരച്ചിലും ദേഷ്യവും കച്ചറായി നിൽക്കുന്ന സമയത്ത് എന്നാലും മുപ്പത്തി അത് ചെയ്തല്ലോ. അങ്ങനെയൊക്കെ ശരിക്കും പവർ ടീം ചെയ്യണ്ട. അല്ലാതെ വെറുതെ അടുക്ക എന്നും ചെയ്യേണ്ട പണി മാത്രം വെസൽ ക്ലീനിങ് മറ്റേത് ഇത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടേ? ട്രൈ അതിന്റെ ഇടയിൽ എന്തിനാണ് ഈ ജാൻമണി പോയിട്ട് അടുക്കളയിലെ പണി ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. എന്താ പിന്നെ ഇത് ഞാൻ കേൾക്കണ്ടായിരുന്നു, ജാൻമണി കുക്ക് ചെയ്ത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് കുക്ക് ചെയ്യണമെന്നൊക്കെ രീതിയിൽ പറയുന്നത്. ജാൻമണി എവിടുന്ന് ബംഗാളിൽ നിന്ന് വന്നതോ അല്ല അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ പോലെ എന്തിനാണ് എല്ലായിടത്തും പോയി പണി ചെയ്തോളേ പറ്റുള്ളൂ എന്ന് വിചാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ പോരെ. അതെ, അത് മറ്റവർക്കുള്ള ടാസ്ക് ആണ്. ഇപ്പൊ മറ്റവര് ഇവിടെ വെറുതെ ഇരിക്കുന്നു, മറ്റേ ടീംസ് അവിടെ വെറുതെ നോക്കിയിരിക്കല്ലേ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജാസ്മിനും ഗബ്രിയൊക്കെ ഫുഡിന്റെ ഇതിൽ ഈ ടീമിലുള്ള വെച്ചാൽ ഇവരിത് ചെയ്തു കൊടുക്കരുത്. എന്നിട്ട് അവിടെ ഫുഡിന് കുറവ് വരണം, പ്രശ്നം വരണം. അപ്പോൾ ഒരു പ്രശ്നം വരണം, ഇത് ഉയർത്തിക്കൊണ്ടാനൊക്കെ പറ്റുമല്ലോ. അവിടെ പോയി സഹായിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നല്ല ഫണ്ണാണ്. സിബിന്റെ വർത്താനൊക്കെ നല്ല സ്നേഹം. പവർ ടീമിനോട് മറ്റേ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അത് ഭയങ്കര രസമാണ്. പിന്നെ ജിൻഡോ കാണിക്കുന്നത്, ജിൻഡോ അവരുടെ ഇടയിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നതും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് എക്സോന്റെ പരസ്യം കാണുന്നത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് എക്സോന്റെ പരസ്യം കാണുന്നത് നമ്മളെ ജബ്രികളെ കെട്ടിപ്പിടുത്തിട്ടാണ് അവസാനിച്ചുള്ളത്. അപ്പൊ അവരാണെങ്കിലും എല്ലാരും ഇവരെ കെട്ടിപ്പിടുത്തം ഈ നടത്തൊക്കെ മുതലാക്കുകയാണെന്നുള്ളതും ഇവരെ കെട്ടിപ്പിടുത്തം പുറത്ത് എന്തായാലും വിറ്റ് പരസ്യമാക്കുന്നുണ്ട് എന്നുള്ളതും
ഇവര് മനസ്സിലാക്കണില്ല. പിന്നെ പുറത്തത്തെ കാര്യം ഇന്നലെ പറയുകയും ചെയ്തു മറ്റേ അഫ്സലിന്റെ കാര്യം. അതെ, അങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. ഇവര് വിചാരിച്ചത് ഭയങ്കര സെറ്റപ്പ് ആണെന്നുള്ളതാണ്. ബുദ്ധി ഉപയോഗിക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗബ്രി എല്ലാവരോടും പോയി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വയം ഒന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് ഇറങ്ങി നടക്കും. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി നാളത്തെ ഉച്ചയ്ക്കുള്ള ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം കേട്ടോ. എപ്പിസോഡ് 40 ആണ്. ടാറ്റ.